നമസ്കാരം. എല്ലാവർക്കും സമകാലീനം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയാനുള്ള വിഷയം എന്താ അറിയും, സംഭവം എന്താണെന്ന് വെച്ചാൽ അലോപ്പതി മരുന്നിനോട് ഭയങ്കര ശത്രുതയാണ് എല്ലാവരും. ആദ്യം മുതൽ ഭയങ്കര ഇതാണ്, അത് ഇങ്ങനെയാണ് അലോപ്പതി മരുന്ന് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ എന്താ പറയുക, പ്രകൃതിയിൽ നിന്ന് കിട്ടണതല്ല. പ്രകൃതിയിൽ നിന്ന് കിട്ടാത്ത എന്ത് വസ്തു ഭൂമിയിലുള്ളത്? അലോപ്പതി മരുന്നിൻ്റെയും കണ്ടൻറ്റുകളൊക്കെ ഈ ഭൂമിയിൽ തന്നെ ഉള്ളതാണല്ലോ. ചെറിയൊരു കാര്യം ഞാൻ പറയാം. പ്രമേഹത്തിന് കഴിക്കണ മരുന്ന്, പ്രമേഹത്തിന് കഴിക്കണതാണ് തോന്നുന്നുണ്ട്. ഒരു മിനിറ്റ് ചിന്തിച്ചിട്ട് പറയാം. പ്രമേഹത്തിൻ്റെ മരുന്ന് പ്ലാന്റിൻ്റെ ഒരു ചെടിയുടെ ഭാഗങ്ങളിൽ നിന്നാണ് ആയുർവേദത്തിൽ ഉണ്ടാക്കുന്നത്, ഹോമിയോപ്പതിയിൽ ഉണ്ടാക്കുന്നത്, അലോപ്പതിയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ അലോപ്പതിയെ ഇങ്ങനെ എവിടുന്ന് ഭയങ്കര രാസവസ്തുവാണ്, മാറ്റിയത് ശരീരത്തിന് കേടാണ് എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തണം. അങ്ങനെ പെട്ടെന്നൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് കുറയാൻ അലോപ്പതിയാണ് നമ്മൾ സമീപിക്കാറുള്ളത്. വേറൊരു മരുന്ന് അതും പറയാം, സിസസ് ക്വാഡ്രാങ്കുലാരിസ്. സിസസ് ക്വാഡ്രാങ്കുലാരിസ് എന്ന് പറഞ്ഞാൽ ചങ്ങലം പരണ്ട എന്നാണ് പേര് മലയാളത്തിൽ. ചങ്ങലം പരണ്ട ആയുർവേദത്തിൽ അസ്ഥികൾ ഒടിഞ്ഞാൽ കൂടാനും അസ്ഥികൾക്ക് ബലം കിട്ടാനും ജോയിൻറ്റുകൾക്ക് ബലം കിട്ടാനൊക്കെയാണ് സിസസ് ചങ്ങലം പരണ്ട ഉപയോഗിക്കുന്നത്. ഓക്കെ, ഈ ചങ്ങലം പരണ്ട അലോപ്പതിയിൽ ഇതേ പർപ്പസിൽ അതിൻ്റെ പേര് അപ്പോൾ മാറി വന്നിട്ടുണ്ട്, സിസസ് ക്വാഡ്രാങ്കുലാരിസ്. ഇതേ പർപ്പസിന് കാല് കൈയൊടിയൊക്കെ ചെയ്താൽ എല്ല് വേഗം കൂടി എന്താ പറയുക, പൊട്ടിയിട്ടുണ്ടെങ്കിൽ പൊട്ടൽ വേഗം മാറാനും കൂടിച്ചേരാനും വേണ്ടിയിട്ട് കഴിക്കണ ഒരു സപ്പോർട്ടിങ് സംയുക്തമാണ് സിസസ് ക്വാഡ്രാങ്കുലാരിസ്. ഇതേ പർപ്പസ് തന്നെയാണ് ആയുർവേദത്തിൽ ചങ്ങലം പരണ്ടയ്ക്ക് കൊടുത്തിട്ടുള്ളത്. ഈ ചങ്ങലം പരണ്ടയിൽ നിന്നാണ് സിസസ് ക്വാഡ്രാങ്കുലാരിസ് ഉണ്ടാക്കുന്നത്. ഇനി ഹോമിയോപ്പതിയിൽ, യുനാനിയിൽ, ഇതിലൊക്കെ പോയാലും ബേസ് ഈ സാധനം തന്നെയായിരിക്കും. പിന്നെ എങ്ങനെ നമ്മൾ ഏത് ശാസ്ത്രമാണ് ശരിയെന്ന് പറയുക? ഏതെങ്കിലും ഒന്ന് ശരിയാണെന്ന് പറയാൻ പറ്റും? എല്ലാതിൻ്റെയും ബേസ് ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ തന്നെയാണ്. ആകാശത്തുനിന്ന് അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും ഇറക്കിക്കൊണ്ടുവരണ യാതൊരു വസ്തുവില്ല. അലോപ്പതിയിലുമില്ല, ആയുർവേദത്തിലുമില്ല, ഒന്നിലുമില്ല. അലോപ്പതിയിൽ ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന രാസവസ്തുക്കൾ ഉപയോഗിച്ചുണ്ടാക്കണ മരുന്ന് തന്നെയാണ് അലോപ്പതിയിലുള്ളത്. അലോപ്പതി അങ്ങനെ ഭയങ്കര ഭീഷണിപ്പെടുത്തി മാറ്റി നിർത്തിയിട്ടുണ്ട് കുറേ ആളുകൾ. അങ്ങനെയില്ല, ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടണ തന്നെയാണ് ഈ അലോപ്പതിയിലുള്ളത്. പ്രകൃതിക്ക് വിധേയമായ വസ്തുക്കൾ, പ്രകൃതിയിൽ നിന്ന് കിട്ടണ സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് ഈ അലോപ്പതിക് മരുന്നുകൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾ അലോപ്പതി മരുന്നിനെ അങ്ങനെയാണ്, സൈഡ് ഇഫക്റ്റാണ്, വേറെ ഇഫക്റ്റാണെന്നൊന്നും പറഞ്ഞ് മാറ്റി വെക്കേണ്ട യാതൊരു കാര്യവുമില്ല. എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം മൂടി ചെല്ലുന്നത് അലോപ്പതി വൈദ്യൻ്റെ അടുത്തായിരിക്കും. അലോപ്പതി വൈദ്യൻ ചികിത്സിച്ച് ഒരു ലെവലിൽ എത്തിച്ച് അത് മാറി കുറഞ്ഞു വന്നാലേ നമ്മൾ പിന്നെ അപ്പോൾ അലോപ്പതി അലോപ്പതി പറ്റില്ല, അലോപ്പതി രാസവസ്തുവാണത്, കെമിക്കലാണ്, ശരീരം കേടുവരും, പ്രകൃതി വിരുദ്ധമാണ്, പ്രകൃതിയിൽ നിന്ന് കിട്ടില്ല, പ്രകൃതിയുമായി ബന്ധമില്ല, രാസവസ്തു, നത്തിങ് ഡൂയിങ്. പ്രകൃതിയിൽ നിന്ന് കിട്ടണ അതേ വസ്തുക്കൾ തന്നെയാണ് അലോപ്പതിയിൽ ഉപയോഗിക്കുന്നത്, ഹോമിയോപ്പതിയിൽ ഉപയോഗിക്കുന്നത്, ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നത്, യുനാനിയിൽ ഉപയോഗിക്കുന്നത്, പച്ചമരുന്ന് വൈദ്യത്തിൽ ഉപയോഗിക്കുന്നത്. ഏതൊക്കെ വൈദ്യശാസ്ത്ര മേഖല ഉണ്ടോ അതെല്ലാം ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ കൊണ്ട് തന്നെയാണ് മനുഷ്യൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അലോപ്പതിയെ കുറ്റം പറയുന്നത് നിർത്തിക്കോളും. ഏത് മെഡിസിൻ നോക്കിയാലും, പ്രമേഹത്തിന് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വേണം നാളെ പറഞ്ഞുതരാം. ഇന്ന് എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ബുക്ക് റെഫർ ചെയ്തിട്ട് വേണം പറയാം. 3 ശാസ്ത്രശാഖയിലും അതിൻ്റെ മരുന്നുണ്ടാക്കുന്നത് ഒരേ
സോഴ്സിൽ നിന്നാണ്. ഇന്നത്തേക്ക് ഇത്രയും പോരെ. കേട്ടിരുന്നതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഞാൻ വളരെ കഷ്ടത്തിലാണ്. എനിക്ക് കുറച്ച് സബ്സ്ക്രിപ്ഷൻ വേണം, ലൈക്ക് വേണം, ഷെയർ വേണം. ഒന്ന് ചെയ്തോളൂ. ഓക്കെ, വീണ്ടും നല്ല ഒരു അറിവുമായി ഞാൻ വരുന്നതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. ബൈ.